ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഞങ്ങൾ അസർബൈജാനിൽ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാട്ടോ. ഇനി അങ്ങോട്ട് കുറച്ച് വീഡിയോസ് അതിൻ്റെ ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം തന്നെ അബുദാബിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ് അസർബൈജാനിലേക്കുള്ളത്. നമ്മൾ എയർ അറേബ്യയിലാണ് പോയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ട്രിപ്പിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ അത് ലാസ്റ്റ് നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഇടാട്ടോ. എന്നിട്ട് നമ്മൾ വിസ ഓൺ അറൈവലായിരുന്നു. കാരണം നമ്മൾ UAE റെസിഡൻസ് ആയതുകൊണ്ട് ഇതിപ്പോൾ അതിൻ്റെ ഒരു വിസ കൗണ്ടർ, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു കൗണ്ടറുണ്ട്. അങ്ങനെ അതെല്ലാം ആ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാവേ. അത് കഴിഞ്ഞ് പിന്നെ ബാഗേജ് കളക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് അവിടുത്തെ എയർപോർട്ട്, ഹൈദരലി എയർപോർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഹൈദരലി എന്ന് പറയുന്നത് ഇവരുടെ ഫസ്റ്റ് പ്രസിഡന്റ്, അതായത് സോവിയറ്റ് യൂണിയൻ്റെ അടുത്ത് നിന്ന് ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കൺട്രി ആയിട്ട് മാറിയപ്പോൾ ഫസ്റ്റ് പ്രസിഡൻ്റാണ് ഹൈദരലി. പിന്നെ ഇവിടെ കാണുന്ന ഈ റെഡ് കാറൊക്കെ ഇല്ലേ, ഇത് അവിടുത്തെ എയർപോർട്ട് ടാക്സിയാണ്. നല്ല അടിപൊളി ടാക്സിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഈ വണ്ടിയിലായിരിക്കും. ഇനി ഒരു 2 ദിവസം നമ്മൾ ഇതിലാണ് ആ പെട്ടിയെടുത്ത് വെക്കുന്നത് നമ്മുടെ ഗൈഡ്. എന്നിട്ട് അങ്ങനെ നമ്മുടെ അസർബൈജാനിലെ, അതായത് ഇപ്പം നമ്മൾ ബാക്കുവിൽ ഇറങ്ങി. ബാക്കുവിൽ ഫസ്റ്റ് ഡേ. ഇതിപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ഉച്ചയ്ക്കാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റം ആയത് പ്ലാവ് അല്ലെങ്കിൽ പിലാഫ് എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ പുലാവ് എന്നാണ് അതിൻ്റെ ഒറിജിനൽ മീനിങ്. ഇതിൻ്റെ അകത്ത് റൈസും പിന്നെ കുറേ ഡ്രൈ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു പ്ലേറ്ററും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ മീറ്റും ഉള്ളത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇതൊരു മോണ്യുമെൻ്റ്, ഒരു സിമിത്രി പോലെ. അതെന്നാന്ന് വെച്ചാൽ ഇവിടെ 1990 ഒരു വാറിൽ കൊല്ലപ്പെട്ട സിവിലിയൻസിൻ്റെയും എല്ലാവരുടെയും ഒരു സിമിത്രി പോലെയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഫ്ലെയിം ടവർ ഉള്ളത്. ഫ്ലെയിം ടവർ എന്ന് പറഞ്ഞാൽ അസർബൈജാൻ എന്ന് പറഞ്ഞാൽ കൺട്രി ഓഫ് ഫയർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ അതിന് സൂചകമായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് അവർ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഇത് അവരുടെ ഫ്ലാഗ്. ഇവിടെ 95% മുസ്ലിംസ്. അതുകൊണ്ടാണ് അവർ, നമ്മുടെ ഗൈഡ് പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റത്തെ ഗ്രീൻ ലൈൻ സൂചിപ്പിക്കുന്നത് മുസ്ലിം റിലീജിയനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി. ഇതിൻ്റെ ഇപ്പം ഈ ബുഷ് കാണുന്നില്ലേ, ആ നമ്മളാ നടക്കുന്നതിൻ്റെ 2 സൈഡും ഇവിടെ ഇത് കണ്ടോ, ഓരോരോ കല്ലറകളാണ്. ഇത് ശരിക്കും ആ വാറിൽ മരിച്ച സിവിലിയൻസിൻ്റെ കല്ലറകളെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാണ് ഇവിടെ മുതലുള്ളതാണ് അവിടുത്തെ പട്ടാളക്കാരുടെ, ആ സമയത്തുണ്ടായിരുന്ന പട്ടാളക്കാരുടെ കല്ലറകൾ. ഇതിൽ ഓരോ കല്ലറ, ഇപ്പോൾ ആദ്യം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കണ്ടില്ല, അതായത് ആ പുള്ളിക്കാരന് വാറിൽ മരിച്ചു. അപ്പം വൈഫ് അവർ സ്വയം ജീവനൊടുക്കി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ സ്റ്റോറീസ് ഉണ്ട്. അതാണ് ഇവരൊക്കെ ഫേമസ് ആയി. ഐ മീൻ കുറേ പേരുടെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്, കുറേ പേരുടെ ഡീറ്റെയിൽസ് കിട്ടാത്തതുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കിയറിയാം എല്ലാവരും 21/1990 ജനുവരി എന്ന് പറയുന്നത് ബ്ലഡ് ജനുവരി എന്നാണ് ജനുവരി എന്നറിയപ്പെട്ടത്. അപ്പം ഇതിനെ അതായത് ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഹൈദരലി എന്ന് പറയുന്ന അന്നത്തെ പ്രസിഡൻറ്റ് പണി കഴിപ്പിച്ചതാണ് ഈ ഒരു മോണ്യുമെൻറ്റ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാം ഒരു റീത്ത് പോലെ ഒരു സംഭവം, അത് സ്ഥിരമായിട്ട് അവിടെയുണ്ട്. അതുപോലെ അകത്ത് തീ 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് നാച്ചുറൽ ഗ്യാസിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അവരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. പിന്നെ ഈ കാണിക്കുന്ന ടവർ എന്ന് പറഞ്ഞാൽ ഇവരുടെ TV ചാനൽ അത്രേ. കൂടാതെ അവിടെ കുറേ റെസിഡൻസ് താമസിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റിയുടെ പാനറോമിക് വ്യൂ കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നതാണ് കാസ്പിയൻ സീ. കാസ്പിയൻ സീ എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ തടാകമാണ്, ലേക്കാണത്. പക്ഷേ ഈ ലേക്ക് എന്ന് പറയുന്നത് ഉപ്പുരസമുള്ള ഒരു ഉപ്പുരസമാണ് ഈ ഒരു തടാകത്തിലെ വെള്ളത്തിന്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ കാസ്പിയൻ സീ എന്ന് പറയുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കാണുന്നത് ഇതൊരു ഷോപ്പിംഗ് മോളാണ്. പിന്നെ അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ. ഇതാണ് ആ ഒരു ഫയറിൻ്റെ ആ ഒരു തീ അവർ കത്തിക്കുന്നില്ലേ, അതിൻ്റെ ക്ലോസപ്പ് വ്യൂ കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിലെത്തി ഫ്രഷൊക്കെ ആയി രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. ഇതിപ്പം നമ്മളിവിടെ അടുത്ത് തന്നെയാണ് നിസാമി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഷോപ്പിംഗ് സ്ട്രീറ്റാണത്. അവിടെ അത്യാവശ്യം എല്ലാ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്, അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളുടെ ഷോപ്സും ഉണ്ട്. അങ്ങനെ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇന്ത്യൻ ഫുഡും കിട്ടും, ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും കിട്ടും, എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ കമ്പാരിറ്റീവ്ലി ഞങ്ങൾക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ ഫുഡ്. എന്ന് വെച്ചാൽ വന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇതിപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു സ്ഥലമാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ആംബിയൻസ് ഉണ്ടല്ലോ, നല്ല രസമുണ്ട്. കാരണം അവർ ഈ കല്ലിൽ കൊത്തി നമ്മൾ ഈ ഗുഹയുടെ അകത്തൊക്കെ കയറി അങ്ങനെ ചെയ്യുന്ന ആ ഒരു ഫീലിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ഫസ്റ്റിൽ ചെല്ലുമ്പം തന്നെ കുറേ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, അവരുടെ കുറേ സുവനിയേഴ്സ്. പിന്നെ അവിടുത്തെ ആ മേലെ ഫസ്റ്റ് ഗ്ലാസ്സിലിരിക്കുന്ന ഒരു ജാമു പോലത്തെ ഒരു സാധനമാണ്. അത് വെച്ചിട്ടാണ് ഇവർ ചായ ഇവിടെ ചായയില്ല. ചായ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടീ ആണുള്ളത്. ബ്ലാക്ക് ടീ ഈ സംഭവം കഴിച്ചിട്ട് ബ്ലാക്ക് ടീ കുടിക്കുക, അല്ല പഞ്ചസാര ഇട്ട് കഴിക്കുക, അങ്ങനത്തെ ഒരു സംഭവം ഇവർക്കില്ല. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി. ഇത് കണ്ടോ, ഇതിൻ്റെ വ്യൂ ഒക്കെ എന്ത് ഭംഗിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോ പീസ് പോലെ ഇങ്ങനെ കുറേ ഐറ്റംസ്, അവരുടെ ട്രഡീഷൻ എന്തോ അതിനെ കാണിക്കുന്ന കുറേ ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട്. കാർപ്പറ്റൊക്കെ വെച്ചിരിക്കുന്നതിന് കാരണം ഇവർ മെയിനായിട്ടും കാർപ്പറ്റിൻ്റെ ഒരു സംഭവം ഇവർക്കുണ്ട്, കാർപ്പറ്റ് മാനുഫാക്ചറിങ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ലാമ്പൊക്കെ നോക്കുക, എല്ലാം ടർക്കിഷ് ഇൻഫ്ലുവൻസ്ഡാണ്. പിന്നെ അവിടെ കണ്ടതാണ് ഈ ഒരു കത്തി. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്. അവിടുത്തെ ആ ഹോട്ടലിലെ വെയിറ്റേഴ്സ് എല്ലാം ഈ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ ഈ കത്തി കണ്ടപ്പോൾ നമ്മുടെ കുടയിലെ കത്തി പോലെ തോന്നി. അതുകൊണ്ട് അവരോട് ചോദിക്കുക ഇതെന്ത് കത്തി എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ ഇവിടുന്ന് നമ്മൾ ഫുഡ് ഓർഡർ ആക്കിയത് ഓൾമോസ്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് മറ്റേ പ്ലാവ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മിൽക്ക് ഷേക്ക്, സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. പിന്നെ ഇവിടെ ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവർ ആ സീസൺഡ് ആയിട്ടുള്ള ഫ്രഷ് ജ്യൂസ് കൊടുക്കുകയുള്ളൂ. ഇതിപ്പോൾ മീറ്റ് ബോൾ വിത്ത് നൂഡിൽസ് സൂപ്പാണ്, ഇതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ആക്കിയത് ഇത് അവരുടെ ബ്രെഡ്, അത് ഓൾമോസ്റ്റ് എല്ലാത്തിനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു യെല്ലോ പ്ലേറ്റ് കാണുന്നത് പുലാവാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് നമ്മളുടെ പാലക്കില്ല, അതുപോലെ എന്തോ ഒരു ചീര ഇട്ടിട്ട് ആക്കിയ മീറ്റ്, അത് ചിക്കൻ ഉണ്ടായിരുന്നു, മട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഡേ ഇൻ അസർബൈജാൻ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.